അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നാം ഒക്കെ വളരെ നിസ്സാരമായി കാണുന്ന ചില നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കലിൽ വളരെയേറെ പ്രതിഫലാർഹമായ കാര്യമായിരിക്കും. ചിലപ്പോൾ ആ ഒരു ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം പോലും കൊടുക്കും. നേരെ തിരിച്ചും നാം വളരെ നിസ്സാരമായി ഗൗരവത്തിലെടുക്കാതെ അത്രമേൽ തള്ളിക്കളയുന്ന തിന്മകൾ, ആ തിന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കലിൽ വലിയ പാപമായിരിക്കും. ഒരു പക്ഷേ ആ തിന്മ ചെയ്തതിൻ്റെ കാരണത്താൽ അള്ളാഹു അവൻ്റെ അദാബുകൾ നിറക്കപ്പെട്ട നരകത്തിൽ പോലും വലിച്ചെറിയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച്. ആ സ്ത്രീ പകലിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കും, രാത്രിയോ നിസ്കാരവുമാണ്. ഇത് ആ സ്ത്രീയുടെ പതിവ്. രാത്രി മുഴുവനും നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന ഈ സ്ത്രീ നരകത്തിലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ സ്ത്രീ എന്തുകൊണ്ടാണ് നരകത്തിലാവാനുള്ള കാരണം? അത് തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. നാവുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കും, പ്രയാസപ്പെടുത്തും. ഈ ഒരൊറ്റ കാരണത്താൽ ആ സ്ത്രീ നരകപ്രവേശനം ലഭിച്ചു. മറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച്, ആ സ്ത്രീ ഫർള് നിസ്കരിക്കും, അതുപോലെ കുറച്ച് സ്വതക്ക ചെയ്യും, കുറച്ച് അമലുകൾ ചെയ്യും, എന്നാൽ ആ സ്ത്രീ സ്വർഗത്തിലാണ്. അതിൻ്റെ കാരണം തൻ്റെ അയൽവാസിയെ ആ സ്ത്രീ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ലായിരുന്നു. നാവ് കൊണ്ടോ അതല്ലെങ്കിൽ ശരീരങ്ങളെ കൊണ്ടോ ആ സ്ത്രീ ഒരിക്കലും തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ കാരണത്താൽ ആ സ്ത്രീക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാമൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അയൽവാസികൾ, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അയൽവാസിയുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലാഹു നല്ല രൂപത്തിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.